ഹായ് ദേ, ഈ ബസ് സിറ്റി സെന്ററിലേക്ക് പോകുമോ? ഒരാൾ ചോദിക്കാണ്, ഈ ബസ് സിറ്റി സെന്ററിലേക്ക് പോകുമോ? അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കാണ്, ഈ ബസ് മെട്രോ സ്റ്റേഷന്റെ അടുത്ത് നിർത്തുമോ? അതുപോലെ തന്നെ ഒരാൾ ചോദിക്കാണ്, ഇതിന് വലിയ വിലയാകുമോ? അതുപോലെ തന്നെ ചോദിക്കാണ്, ഇത് അവനെ വിജയിക്കാൻ സഹായിക്കുമോ? ഇത് വിജയിക്കാൻ അവനെ സഹായിക്കും, ഇത് ചെയ്യുന്നതുകൊണ്ട് അവന് വിജയിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ ചോദിക്കാണ്. അതുപോലെ തന്നെ ഇതവനെ വേദനിപ്പിക്കുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കാണ്. ഇത് ഇങ്ങനെയാകുമോ? ഇത് അങ്ങോട്ട് പോകുമോ? ഇത് ഇങ്ങോട്ട് വരുമോ? ഇതിന്റെ അടുത്ത് നിർത്തുമോ? ഇത് ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കാണ്. ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ബസ് സിറ്റി സെന്ററിലേക്ക് പോകുമോ? ഈ ബസ് മെട്രോ സ്റ്റേഷന്റെ അടുത്ത് നിർത്തുമോ? ഇതിന് ധാരാളം വിലയാകുമോ? ഇതുകൊണ്ട് അവന് വിജയിക്കാൻ സാധിക്കുമോ? ഇതവനെ വേദനിപ്പിക്കുമോ? ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ, പല ആളുകളും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒട്ടും റീച്ചിലേക്ക് എത്തുന്നില്ല, വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. നിങ്ങൾ വീഡിയോസ് കാണുന്നതോട് കൂടെ തന്നെ നിങ്ങളുടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അങ്ങനെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് വ്യൂസ് മാത്രമാണ് കിട്ടുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ബസ് സിറ്റി സെന്ററിലേക്ക് പോകുമോ എന്നാണ്. ഇതെങ്ങനെയാണ് പറയുന്നത്? അപ്പൊ ആദ്യം നമ്മൾ ഇതിനായിട്ട് ചേർക്കേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ഡസ് എന്നുള്ള വാക്കാണ്. പഠിച്ചു വെച്ചോളാം. ഡസ് ദിസ് ബസ് ഗോ ടു ദി സിറ്റി സെന്റർ? ഈ ബസ് സിറ്റി സെന്ററിലേക്ക് പോകുമോ? ഡസ് ദിസ് ബസ് ഗോ ടു ദി സിറ്റി സെന്റർ? ഈ ബസ് സിറ്റി സെന്ററിലേക്ക് പോകുമോ? അപ്പൊ ഡസ് എന്നുള്ള വാക്ക് ആദ്യം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഡസ് ദിസ് ബസ് ഗോ ടു ദി സിറ്റി സെന്റർ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരാൾ ചോദിക്കുകയാണ്, ഈ ട്രെയിൻ യൂണിയൻ മെട്രോയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുകയാണ്. യൂണിയൻ മെട്രോയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുകയാണ്. ഡസ് ദിസ് ട്രെയിൻ ഗോ ടു യൂണിയൻ മെട്രോ? ഡസ് ദിസ് ട്രെയിൻ ഗോ ടു യൂണിയൻ മെട്രോ? ഈ ട്രെയിൻ യൂണിയൻ മെട്രോയിലേക്ക് പോകുമോ? അങ്ങനെ പോകുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡസ് ദിസ് ട്രെയിൻ ഗോ എന്ന് പറഞ്ഞത്. ആ ഗോ എന്നുള്ള വാക്കാണ് ഇവിടെ പോകുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരുന്നത്. ഡസ് ദിസ് ബസ് ഗോ ടു ദി സിറ്റി സെന്റർ? ഈ ബസ് സിറ്റി സെന്ററിലേക്ക് പോകുമോ? ആ സിറ്റി സെന്റർ എന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം പറയുകയാണെങ്കിൽ ആ ബസ് അങ്ങോട്ട് പോകുമോ എന്നായി. ഡസ് ദിസ് ബസ് ഗോ ടു ദി എയർപോർട്ട്? ഈ ബസ് എയർപോർട്ടിലേക്ക് പോകുമോ? ഡസ് ദിസ് ബസ് ഗോ നിയർ ദി റെയിൽവേ സ്റ്റേഷൻ? ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമോ? റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് പോകുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഇത് വേറെ രീതിയിൽ ചോദിക്കുകയാണ്. ഈ ബസ് മെട്രോ സ്റ്റേഷന്റെ അടുത്ത് നിർത്തുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് അങ്ങോട്ട് പോണ ബസ്സാണ്, പക്ഷെ ഇതിന്റെ അടുത്ത് നിർത്തുമോ എന്നറിയണം. മെട്രോ സ്റ്റേഷന്റെ അടുത്ത് നിർത്തുമോ എന്നറിയണം. എങ്ങനെയാ ചോദിക്കുക? ഇതുപോലെ തന്നെയാണ്. ഡസ് ഇറ്റ് സ്റ്റോപ്പ് നിയർ ദി മെട്രോ സ്റ്റേഷൻ? ഡസ് ദിസ് സ്റ്റോപ്പ് നിയർ ദി മെട്രോ സ്റ്റേഷൻ? ഇത് മെട്രോ സ്റ്റേഷന്റെ അടുത്ത് നിർത്തുമോ? അല്ലെങ്കിൽ ഡസ് ഇറ്റ് സ്റ്റോപ്പ് നിയർ ദി മെട്രോ സ്റ്റേഷൻ? ഇത് മെട്രോ സ്റ്റേഷന്റെ അടുത്ത് നിർത്തുമോ? ഡസ് ഇറ്റ് സ്റ്റോപ്പ് നിയർ ദി മെട്രോ സ്റ്റേഷൻ? ഇത് മെട്രോ സ്റ്റേഷന്റെ അടുത്ത് നിർത്തുമോ? ഒരാൾക്ക് ഇങ്ങനെ ചോദിക്കണം, ഇത് സ്റ്റേഡിയത്തിന്റെ അടുത്ത് നിർത്തുമോ? എങ്ങനെ ചോദിക്കുക? യെസ്, പറഞ്ഞു നോക്കൂ. ഡസ് ഇറ്റ് സ്റ്റോപ്പ് നിയർ ദി സ്റ്റേഡിയം? ഇത് സ്റ്റേഡിയത്തിന്റെ അടുത്ത് നിർത്തുമോ? അതുപോലെ തന്നെ ഒരാൾക്ക് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, ഇത് ലുലു മോളിന്റെ അടുത്ത് നിർത്തുമോ? ഡസ് ഇറ്റ് സ്റ്റോപ്പ് നിയർ ദി ലുലു മോൾ? അതുപോലെ തന്നെ ഒരാൾ ചോദിക്കാണ്, ഇതിന് വലിയ വിലയാകുമോ? ഇതിന് ധാരാളം പൈസ കൊടുക്കേണ്ടി വരുമോ? ഡസ് ഇറ്റ് കോസ്റ്റ് ഹ്യൂജ്? ഡസ് ഇറ്റ് കോസ്റ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി? ഇതിന് ധാരാളം പണം കൊടുക്കേണ്ടി വരുമോ? ഡസ് ഇറ്റ് കോസ്റ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി എന്ന് എടുത്തു പറയണമെന്നില്ല. ഡസ് ഇറ്റ് കോസ്റ്റ് ഹ്യൂജ്? ഇതിന് ധാരാളം വിലയാകുമോ? ഡസ് ഇറ്റ് കോസ്റ്റ് ഹ്യൂജ്? ഇതിന് ധാരാളം പൈസയാകുമോ? ഒരുപാട് വിലയാകുമോ എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഡസ് ഇറ്റ് കോസ്റ്റ് ഹ്യൂജ് എന്നോ ഡസ് ഇറ്റ് കോസ്റ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി എന്നോ നമുക്ക് പറയാൻ പറ്റും. ഇതിന് ധാരാളം വിലയാകുമോ? അപ്പൊ ഇതിന് മറുപടി ആയിട്ട് ഒരാൾ പറയാണ്, അതെ, ആകും. യെസ് ഇറ്റ് ഡസ്. യെസ് ഇറ്റ് ഡസ് എന്ന് പറഞ്ഞാൽ മതി. ഇതിന് ധാരാളം വിലയാകുമോ? ഡസ് ഇറ്റ് കോസ്റ്റ് ഹ്യൂജ്? യെസ് ഇറ്റ് ഡസ് എന്ന് മറുപടിയും നമുക്ക് പറയാം. ഇനി അല്ല, ഒരുപാട് വിലയൊന്നും ആവില്ലെങ്കിൽ നോ ഇറ്റ് ഡസൻ, ഇല്ല അത്ര വിലയൊന്നും ആവില്ല എന്നും പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരാൾ പറയാണ്, ഇതവനെ വേദനിപ്പിക്കുമോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ അവന് വേദനയാകുമോ, വേദനിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഏതർത്ഥത്തിലും, മാനസികമായിട്ടും ശാരീരികമായിട്ടും. ഇതവനെ വേദനിപ്പിക്കുമോ? ഡസ് ഇറ്റ് ഹർട്ട് ഹിം? ഡസ് ഇറ്റ് ഹർട്ട് ഹിം? ഇതവനെ വേദനിപ്പിക്കുമോ? ഡസ് ഇറ്റ് ഹർട്ട് ഹിം? ഇതവനെ വേദനിപ്പിക്കുമോ? അങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. ഡസ് ഇറ്റ് ഹർട്ട് ഹിം? ഇതവനെ വേദനിപ്പിക്കുമോ? ഡോക്ടർ പറഞ്ഞു, നോ ഇറ്റ് ഡസൻ. ഇതങ്ങനെ വേദനയൊന്നും എടുക്കുന്ന കാര്യമല്ല, ഇത് വേദന അറിയുന്ന കാര്യമൊന്നുമല്ല. നോ ഇറ്റ് ഡസൻ. ഇങ്ങനെയും പറയാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഇതവനെ വിജയിക്കാൻ സഹായിക്കുമോ? ഇതവനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവനെ വിജയിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കണം. എങ്ങനെയാണ്? ഡസ് ദിസ് ഹെൽപ്പ് ഹിം ടു വിൻ? ഡസ് ദിസ് ഹെൽപ്പ് ഹിം ടു വിൻ? ഇതവന് വിജയിക്കാൻ സഹായിക്കുമോ?
ഡസ് ദിസ് ഹെൽപ്പ് ഹിം ടു വിൻ? ഇത് അവനെ വിജയിക്കാൻ സഹായിക്കുമോ? അപ്പൊ ഇത്തരത്തിലൊക്കെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അപ്പൊ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഈ ശൈലിയിലുള്ള വാചകങ്ങൾ സ്വയം ഉണ്ടാക്കി നോക്കുക, സംസാരിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.